കേരള തീരത്ത് MSC എൽസ 3 എന്ന ചെറുകപ്പൽ മുങ്ങിയ സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കാം. 13 അപകടകരമായ വസ്തുക്കളും 12 കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ 640 കണ്ടെയ്നറുകൾ വഹിച്ച ഈ കപ്പൽ 450 മെട്രിക് ടൺ ഇന്ധനവും ഉൾക്കൊണ്ടിരുന്നതാണ്. MSC എൽസ 3 എന്ന ലിബീരിയൻ പതാകയുള്ള കണ്ടെയ്നർ കപ്പൽ 2025 മെയ് 25-നാണ് കേരള തീരത്ത് മുങ്ങിയത്. കപ്പലിന്റെ ക്യാപ്റ്റൻ പറയുന്നത് പ്രകാരം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് കപ്പൽ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞത്. ഇത് കപ്പലിന്റെ സ്ഥിരതയെ ബാധിക്കുകയും അത് കാരണം കപ്പൽ മുങ്ങുകയും ചെയ്തു. അതുകൂടാതെ മോശം കാലാവസ്ഥയും ഈ പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ എന്നിവർ കപ്പലിന്റെ സ്ഥിരത പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അതിൽ പരാജയപ്പെട്ടു. കപ്പലിൽ മൊത്തം 24 ക്രൂ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവരിൽ 21 പേരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ശേഷിച്ച ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ എന്നിവരെ ഇന്ത്യൻ നാവികസേനയുടെ INS സുജാത കപ്പൽ വഴി സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. 1986-ൽ നിർമ്മിക്കപ്പെട്ട ഈ കപ്പൽ പഴക്കമുള്ള കപ്പലായതിനാൽ നിരവധി മെയിന്റനൻസ് വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം. ഏകദേശം 154 മീറ്റർ നീളവും 25 മീറ്റർ അകലവുമുള്ള ഈ കപ്പൽ 16,800 ടൺ വരെ ഭാരമുള്ള കപ്പലായിരുന്നു. MSC കപ്പലുകൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് ഓപ്പറേറ്ററായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗമാണ്. പരമാവധി ചരക്ക് ഗതാഗത ശേഷിയും ഡീപ് സീ നാവിഗേഷൻ ശേഷിയുമുള്ള കപ്പലുകളാണിവ. പഴക്കമുണ്ടായതിനാൽ ഓട്ടോമേഷൻ കുറഞ്ഞതും കസ്റ്റം സംവിധാനങ്ങൾ കുറവായതുമായ കപ്പലാണ്. പഴയ കപ്പലുകളിൽ സാങ്കേതിക തകരാറുകൾ സാധ്യമാണ്. അതായിരിക്കാം ഇവിടെയും സംഭവിച്ചത്. 640 കണ്ടെയ്നറുകളുള്ള ഈ കപ്പലിൽ 13 കണ്ടെയ്നറുകൾ അപകടകരമായ വസ്തുക്കളും 12 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് പോലെയുള്ള രാസവസ്തുക്കളും ഉൾക്കൊള്ളുന്നതായിരുന്നു. കാൽസ്യം കാർബൈഡ് ജലത്തോട് പ്രതികരിച്ച് അസറ്റിലിൻ ഗ്യാസ് ഉൽപ്പാദിക്കുന്നതിനാൽ തീപിടുത്തം പോലെയുള്ള അപകടങ്ങൾ സാധ്യതയുണ്ട്. കപ്പലിൽ 367 മെട്രിക് ടൺ ഫർണസ് ഓയിലും കൂടാതെ 84.44 മെട്രിക് ടൺ ഡീസലും ഉണ്ടായിരുന്നതിനാൽ ഇത് പരിസ്ഥിതി മലിനീകരണത്തിനും കടൽ ജീവികളുടെ ജീവന് അപകടത്തിലാക്കുന്നതിനും കാരണമാകാം. ചുരുക്കത്തിൽ കപ്പൽ മുങ്ങിയതിന്റെ പ്രധാന കാരണം സാങ്കേതിക പ്രശ്നങ്ങളും കപ്പൽ 26 ഡിഗ്രി ലിസ്റ്റിംഗ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അതിന്റെ കാർഗോ ഹോൾഡുകളിൽ വെള്ളം കയറിയതുമാണ്. ഇത് കേരളത്തിനും ഇന്ത്യക്കും പുതിയൊരു സംഭവമല്ല. കടൽ മാർഗത്തിൽ കപ്പൽ മുങ്ങുന്ന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ MSC എൽസ 3യുടെ അപകടം പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? 640 കണ്ടെയ്നറുകളുമായി സഞ്ചരിക്കുന്ന വലിയ കപ്പലാണ് മുങ്ങിയത്. അതിൽ അപകടകരമായ ചരക്കുകൾ ഉണ്ടായിരുന്നു എന്നതും എല്ലാവരുടെയും ശ്രദ്ധ നേടാൻ കാരണമായി. കപ്പലിൽ ഉണ്ടായിരുന്ന 450 ടൺ ഇന്ധനം, കാൽസ്യം കാർബൈഡ് പോലെയുള്ള രാസവസ്തുക്കൾ കടലിൽ ചോർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമൂലം വലിയ പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും ഉണ്ടായേക്കാം. കേരളത്തിൽ ചെറുതായി മാത്രമേ ഇത്തരമൊരു സംഭവം നേരത്തെ നേരിട്ടിട്ടുള്ളൂ. എന്നാൽ ഈ തോതിൽ ഒരു ചരക്കു കപ്പൽ മുങ്ങുന്നത് അപൂർവമാണ്. 2011-ൽ മുംബൈ തീരത്ത് UAE-യിൽ നിന്നുള്ള MV രാക്ക് കാരിയർ കപ്പൽ മുങ്ങിയതും 2017-ൽ ചെന്നൈ തുറമുഖത്ത് സമീപം MSC ഡാനിയൽ എന്ന കപ്പൽ തീപിടിച്ചതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടി വരും.